ഇതാണ് നമ്മുടെ കാട്ടുമുന്തിരി, വൈൽഡ് ഗ്രേപ്പ്. ഹായ്, അപ്പോൾ നമ്മൾ പുതിയൊരു ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ബാണാസുര ട്രക്കിംഗ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫീസും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 6 പേരാണിപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 6 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. അപ്പോൾ 12 കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ലൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ, നല്ല നേർത്തൊരു തണുപ്പ്, അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ ഒരു ശബ്ദം, സൈഡിൽ കൂടെ ഒരു പുഴ, അങ്ങനെ നല്ല എന്താ പറയുക, ശരിക്കും അടിപൊളി ഒരു ആംബിയൻസ്. ഇവിടെ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. കുറച്ചൊരു കയറ്റമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. എങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റുമാണ്, കാഴ്ചയുമാണ്. നിങ്ങൾക്കിങ്ങനെ വഴിയേ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. ഇവിടെ ഒരു ഫെൻസിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രണത്തിൽ പെട്ടതാണ്. ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനം. നേരത്തെ അവിടെ ബോർഡ് നമ്മൾ കണ്ടു, ഇവിടേക്ക് പ്രവേശനമില്ല എന്ന്. അത് നോർമലി ഉള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ വരെ ആന ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കുറച്ച് നേരത്തെ നമ്മളൊരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു കളർ പാമ്പിനെ കണ്ടു. കോപ്പറി നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്തു, അത്ര കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോറസ്റ്റ് ആംബിയൻസ് കഴിഞ്ഞാൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. റെസ്റ്റിംഗ് ടൈമാണ്. എല്ലാവരും ക്ഷീണിച്ച് അവസരമാണ്. നല്ല കയറ്റായിരുന്നു ഇതുവരെ. ഡോക്ടർ അയ്യോ, എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് ഇമ്മാനുവൽ. ഈ പള്ളിയുണ്ടോ? ഇതാണ് നമ്മുടെ കാട്ടുമുന്തിരി, വൈൽഡ് ഗ്രേപ്പ്. ഇത് കാട്ടുമുന്തിരിയാണല്ലേ? ഇതിന് നമുക്കൊരു ചവർപ്പും ഒരു പുളി മധുരമൊക്കെ കൂടിയിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അച്ചാറിന് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ ചെറിയ മെഡിസിൻ ആയിട്ട് നമുക്ക് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാവില്ല. ഡിസംബർ ടൈം എൻ്റെ പള്ളിക്കുള്ളിലാണിത്. കാട്ടുമുന്തിരിയുടെ പള്ളിക്കുള്ളിലാണുള്ളത്. ഇതുവരെ നല്ലൊരു കയറ്റമായിരുന്നു, ഇപ്പോഴും കയറ്റം തന്നെയാണ്. ഇത് നമ്മൾ ഗ്രാസ് ലാൻഡിലേക്ക് കയറാൻ പോവുക. ഫോറസ്റ്റ് ഏരിയ വിട്ട് ഗ്രാസ് ലാൻഡിലേക്ക്. ഓക്കെ, ഇത്തവണത്തെ നമ്മുടെ യാത്ര വയനാട്ടിലെ പ്രസിദ്ധമായ ബാണാസുര ട്രക്കിങ്ങിന് വേണ്ടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6670 അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ബാണാസുരൻ. പ്രകൃതിയുടെ വിസ്മയകരമായ സൗന്ദര്യം കണ്ടറിഞ്ഞുകൊണ്ട് മലകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. അപ്പം നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു.
ഫസ്റ്റത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കാറ്റുകുന്ന് മല അല്ല അല്ല ഫുൾ ടൈം കാറ്റായിരിക്കും അവിടെ. ആ ഫുൾ ടൈം കാറ്റായിരിക്കും. അതാണ് ഇതിൻ്റെ ആ വ്യൂ നമുക്ക് വ്യൂ നമുക്ക് മുകളിൽ നിന്നിട്ട് കാണാം. കാറ്റുകുന്ന് മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്. എന്തായാലും നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. കണ്ണാന്തളി എന്താ അതിൻ്റെ പുറത്ത്? കണ്ണാന്തളി നമുക്ക് സിനിമയിലൊക്കെ പാട്ടൊക്കെ ഉണ്ട്. കണ്ണാന്തളിയും കാട്ടും പലർക്കും ഈ ചെടി ഏതാന്നുള്ള അറിയില്ല. ഓ ഒന്നൊന്ന് കാണിച്ചു കൊടുത്തല്ലേ. ഓക്കെ 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 ആ അതന്നെ. പേർഷ്യൻ വയലറ്റ്. പേർഷ്യൻ വയലറ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇതാണ് സാധനം അല്ലേ? ഈ കാണുന്നതാണ് ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ 2ാമത്തെ ലാർജസ്റ്റ് എർത്ത് ഡാമാണ് കേട്ടോ. ബാണാസുര സാഗർ ഡാമാണ് കാണുന്നത്. വളരെ ദൂരെ ചെറിയ കോടയുണ്ട്. അതിനെത്രത്തോണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല. ഇത് നല്ല ഇവിടെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ നല്ല കോടയുണ്ട് കേട്ടോ. കാണാം നല്ല കോട. താഴത്ത് നല്ലൊരു പുൽമൈതാനുണ്ട്. ഓപ്പൺ ഏരിയ. അവിടെ എന്തൊരു മാൻ പോലെ ചേട്ടാ, അത് മാനാണോ? ബൈനോക്കുലർ ഉണ്ടോ? അതുപോലെ കല്ലാണോ? കല്ലും ചെടിക്കാണോ? ഒരു മാനിൻ്റെ ഷേപ്പ് ഇവിടെ മറ്റത് കല്ലാണല്ലേ? ആ അതാണേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ ഞാൻ കല്ല് മാൻ്റെ തോന്നി എനിക്ക്. മാൻ തന്നെയാണത്. പക്ഷേ ഈ ഗോപുരയിൽ കാണുമെന്ന് അറിയില്ല. അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കല്ലെന്ന് തോന്നുന്നത്. ആനുണ്ടായിരുന്നോ? നിന്നില്ലയോ? എവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഏരിയകളിലൊക്കെ വൈൽഡ് അനിമൽസ് വരുന്ന ഏരിയ ആണ് കേട്ടോ. നമ്മൾ കാറ്റുകുത്തി മലയുടെ മുകളിലാണ്. നമ്മൾ താഴെ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക നല്ല ലാൻഡ്സ്കേപ്പാണ്. ദൂരേക്ക് നമുക്ക് ബാണാസുര സാഗർ ഡാം കാണാം. നല്ല പുൽമൈതാനം കാണാം. നമ്മൾ പുൽമൈതാനത്ത് സാമ്പാടീറിനെ കണ്ടു. പക്ഷേ ഗോപ്ര ആയതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സൂമില്ലല്ലോ. പക്ഷെ അവിടെ ആംബിയൻസ് ഗംഭീര ആംബിയൻസ് ആണ്. മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് ബാണാസുര ട്രക്കിങ്. വളരെ പുൽമൈതാനമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. കുറച്ച് ദൂരം കാടിൻ്റെ ആംബിയൻസ് ഉണ്ട്. ഒരു 1-1.5 കിലോമീറ്റർ കാടിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് കൂടുതലും പുല്ലുകൾ നിറഞ്ഞ പിന്നെ നല്ല പുൽമൈതാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുറച്ച് കയറ്റുണ്ട്. ബുദ്ധിമുട്ട് കുറച്ചുണ്ട് എന്ന് വെച്ചാൽ ഈ കയറ്റുള്ളത് കൊണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കണ്ട. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ ഇനി ഇത് ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് നമ്മളെത്തി. ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ബാണാസുര ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. നമ്മൾ കാറ്റുകുത്തിമലയല്ലേ? കാറ്റുകുന്നാണ് കേട്ടോ. അപ്പോൾ കാറ്റുകുന്നുമല കയറി ഇറങ്ങുകയാണ് നമ്മൾ. ഇനി സായിപ്പ് കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാണാസുര മലകളിലെ കാറ്റുകുന്ന്, സായിപ്പ് കുന്ന് എന്നിവിടങ്ങളിലേക്കാണ് ട്രക്കിങ്. സാഹസികതയും സൗന്ദര്യവും ഒരുപോലെ അനുഭവിച്ച ഒരു യാത്ര. ഐതിഹ്യങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന ഔഷധ സസ്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് വയനാടിൻ്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്തെ ബാണാസുര മല. ഇത്
ഒരാളുടെ കയ്യിലായിരുന്നു അല്ലേ? ഈ പ്രദേശം മൊത്തം ഒരു വ്യക്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു കോഴിക്കോട് ഉള്ളൊരു ആളുടെ സ്ഥലമായിരുന്നു ഈ കാണുന്ന മലയൊക്കെ. ഈ മല മൊത്തം. ഓ എന്നിട്ടത് കരാറായിരുന്നു. 1969 ആയപ്പോഴത്തേക്കും സർക്കാർ തിരിച്ചു പിടിക്കുകയായിരുന്നു. ഓ അപ്പോൾ അയാൾ എന്താ ഇവിടെ കൃഷി ചെയ്തിരുന്നോ? കൃഷി മീൻസ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരം മുഴുവൻ മരം പൊളിക്കൽ അങ്ങനത്തെ സംഭവം കുറച്ച് അവരുടെ ആവശ്യമുള്ള മരം കയറ്റിപ്പോയി. നമുക്കിവിടെ വൈനാവ് എന്ന് പറയുന്നൊരു മരമുണ്ട്. വൈനാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേക്ക് പണ്ടും തടി ക്രോസ് ഇടാൻ വേണ്ടി ആ മരം മുഴുവൻ ഇറക്കിക്കൊണ്ടുപോയ റോഡാണത്. കാളവണ്ടി വന്നിട്ട് മരം മൊത്തം കയറ്റിക്കൊണ്ടുപോയ റോഡാണ്. ഓ അതിനെയാണ് ഒരു വഴി പോലെ. ആ വഴിയാണ് ഒരു കൂപ്പ് റോഡ് അല്ലേ? കൂപ്പ് റോഡ്. ഓക്കെ. ഓ ഇത്ര ഏരിയ ഒരാളുടെ കയ്യിലുണ്ടാവും അല്ലേ? ദൈവമേ. അതെ 69. മൗത്ത് പ്രഷറാണ് കേട്ടോ. ഓക്കെ കൊള്ളാം. എന്തായാലും പേര് പറഞ്ഞേ? ഓ കാട്ടേല. ഓക്കെ നല്ല ഫീൽ വരില്ല. ഏലത്തിനല്ല, അത് വേറെ ഫീലാ. ഇത് കാട്ടേലെന്ന് വിളിക്കുക, പക്ഷെ നമ്മുടെ ഏലത്തിൻ്റെ ഒരു ഫീലല്ല. ഇത് വേറെ ഒത്തിരി സ്ട്രോങ്ങാ അല്ലേ? സംഭവം കുഴപ്പമില്ല. മൗത്ത് ഫ്രഷ് തന്നെയാണ്, പക്ഷെ ഇത്തിരി നോർമൽ ടേസ്റ്റ് അല്ല. സായിപ്പ് നമ്മുടെ 3 പാറ ഉണ്ടായിരുന്നോ? ഈ കല്ലാണോ? ഈ കാണുന്ന 3 കല്ല്. ഓ ഈ കല്ലല്ലേ? ഈ അടുത്ത് കാണുന്നതല്ലേ? അതിനെ പറഞ്ഞേ. ഓക്കെ 3 ഫോറിനേഴ്സ് വനദേവതേൻ്റെ പെർമിഷനിലാണ്ട് നമ്മുടെ കാട്ടിൽ കയറിയിരുന്നു. അങ്ങനെ വനദേവത ശപിച്ച് കല്ലാക്കിയെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഐതിഹ്യം. അതുകൊണ്ട് സായിപ്പൂന്ന് അറിയപ്പെടുന്നത്. ഈ കുന്നിനെ സായിപ്പൂന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് കാണുന്ന പാറ അച്ഛനും, രണ്ടാമത് അമ്മയും, അപ്പുറത്ത് കുട്ടിയാണ്. കുട്ടി അതാണ് ചെറിയ പാറ അല്ലേ? ചെറിയ പാറ. ഓക്കെ നമ്മുടെ ഐതിഹ്യം അതാണല്ലേ? ഐതിഹ്യം. സായിപ്പ് കുന്നിൻ്റെ മുകളിലാണ്. നല്ല കാറ്റാണ്. മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് കേട്ടത്. അത്ര മനോഹരമായ കാഴ്ചയാണ്. നല്ല പച്ചപ്പും നല്ല കോടയും നല്ല എന്താ പറയുക, അനുഭവിച്ചറിയേണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ. നമ്മളിതേ സായിപ്പ് കുന്ന് കണ്ട് തിരിച്ചിറങ്ങാണ്. നമ്മുടെ രണ്ടാമത്തെ വ്യൂ. നല്ല കാറ്റാണ്. ഫുള്ള് പച്ചപ്പ് വിരിച്ച കോട. എന്താ പറയാ, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഫുള്ള്. ഇതിങ്ങനെ ചോറപ്പുല്ലിൻ്റെ ഇടയക്കൂടെ ഇങ്ങനെ നടന്ന് ഇനി താഴെ ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ. നല്ല കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ തന്നെ പറന്നു പോകുമെന്ന് തോന്നും. അത്രയും നല്ല കാറ്റാണ്. ചുറ്റും ലാൻഡ്സ്കേപ്പുകളാണ്.
അതും ഇങ്ങനെ പച്ചപ്പ് വിരിച്ച ലാൻഡ്സ്കേപ്പ്, അതിലിങ്ങനെ പതുക്കെ പതുക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം സൂര്യപ്രകാശം ഇങ്ങനെ വീഴുന്നുണ്ട്. ഒരു പ്രത്യേക വൈബാണ് കാണാനായിട്ട്, ഒന്നും പറയാനില്ല. ആ വെള്ള പൂവുണ്ടല്ലോ, കാട്ടുപുകയില കേട്ടോ, വൈറ്റ് കളറിൽ കാണുന്ന. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും വന്നിരിക്കേണ്ട സ്ഥലമാണിത്. ഈ കാഴ്ചകൾ അനുഭവിച്ചു തന്നെ അറിയണം. ഇവിടം സന്ദർശിച്ചവർക്ക് തീർച്ചയായും ഒരിക്കൽ കൂടി ഇവിടെ വരുവാൻ പ്രേരിപ്പിക്കുന്ന വല്ലാത്തൊരു ആകർഷണീയത ഈ പ്രദേശത്തിനുണ്ട്. ബാണാസുര ട്രക്കിങ് ഒരു 5 സംതിങ് ആണ് കിലോമീറ്റർ വരുന്നത്. പല ഇതിലും പല രീതിയിലാണ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്. മാക്സിമം ഒരു 11 കിലോമീറ്ററാണ് ട്രക്കിങ് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. ബാണാസുരയുടെ 11 കിലോമീറ്ററിൻ്റെ താഴേക്ക് വരുന്നുള്ളൂ. പലതിലും പല രീതിയിലാണ് ട്രക്കിങ്ങിൻ്റെ കിലോമീറ്ററൊക്കെ പറയുന്നത്. അപ്പോൾ ട്രക്കിങ്ങൊക്കെ അടിപൊളിയാണ്. കയറ്റങ്ങളും ഇറക്കങ്ങളും പലവിധ ടെറൈനുകളും നമുക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രകൃതി ഭംഗിയായിട്ടുള്ള പച്ചപ്പും പുൽമൈതാനം, ഓപ്പൺ ഹിൽ ഏരിയ, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇഷ്ടംപോലെ വളരെ അപൂർവമായിട്ടുള്ള പക്ഷികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബാണാസുര. വളരെ അപൂർവമായിട്ടുള്ള പക്ഷികൾ, മൈഗ്രേറ്ററി ബേഡ്സ്, അതുപോലെ ഭാഗ്യമുണ്ടെങ്കിൽ വൈൽഡ് അനിമൽസിന് നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ സാമ്പാടീറിനെ കണ്ടു. പിന്നെ മുന്നേ പോയൊരു ഗ്രൂപ്പ് കുറച്ച് ലോങ്ങിലൊരു എലിഫൻ്റ്, ഒരു ആനക്കൂട്ടത്തിനെ കണ്ടു. ഒരു 9 ആനകളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കണ്ടു. നമ്മുടെ ഭാഗ്യം പോലെ വൈൽഡ് അനിമൽസിനെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ പരിസരം നിരീക്ഷിച്ച് ചുറ്റൊക്കെ നോക്കി ആസ്വദിച്ച് നടക്കുക. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകത പറയുമ്പോൾ മേഘങ്ങളും ഈ സൂര്യൻ്റെ വെളിച്ചം, ഷെയ്ഡുകളൊക്കെ പല രീതിയിലും മാറുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നിങ്ങൾക്കിത് അവിടെ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല, കാണാൻ കഴിയും. നമ്മൾ ഈ ലഡാക്കിലൊക്കെ പോകുന്ന പോലത്തെ അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഫീല്.
അപ്പോൾ അങ്ങനത്തെ പലവിധ കോട അങ്ങനെ കയറി വരുന്ന സീനുകൾ, വളരെ ഭംഗിയായിട്ടുള്ള സീനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് ആസ്വദിച്ച് ട്രക്കിങ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഫോറസ്റ്റ് ഏരിയയിലേക്ക് വന്നു. ട്രക്കിംഗ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററും കൂടി ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും. അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയണ്ടല്ലോ. മുൻപുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാണാസുര ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വെർത്തായൊരു ട്രക്കിംഗ് തന്നെയായിരുന്നു. ഇങ്ങനെ നമ്മുടെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തണുപ്പുണ്ട്. മുകളിലൊക്കെ കുറച്ച് ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വീണ്ടും ഒരു തണുത്ത ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ അതിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളുടെ ഫിനിഷിങ് പോയിന്റ് നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാണാസുര ട്രക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. കിലോമീറ്റർ നമ്മൾ വാച്ചിൽ നോക്കിയ സമയത്ത് അവർ ഇയർലി ഒരു 8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പല രീതിയിലാണ് കിലോമീറ്ററിൻ്റെ അതൊക്കെ ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ 16 കിലോമീറ്ററൊക്കെ പറയുന്നത് നമ്മുടെ സായിപ്പ് കുന്നിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒരു മല കയറുന്നൊരു സംഭവമുണ്ട്. അപ്പം അതും കൂടിയും കണക്കാക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ 16 ഒരു 12 എന്നൊക്കെ പറയുന്നത്. നമ്മൾ വാച്ചിലൊരു 8ൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പം അത് വലിയ തെറ്റാൻ വഴിയില്ല. അപ്പം നമുക്ക് ഈ കയറ്റവും ഇറക്കമൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കയറുന്ന കയറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഹാർഡ് ക്ലൈംബ് അല്ല പറയുന്നത്, എന്നാലും കുറച്ച് സ്ട്രെയിനുള്ള ഒരു കയറ്റമൊക്കെ ഉണ്ട്. നല്ല കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറിയ ആൾക്കാർ അപ്രോക്സിമേറ്റ് കണക്കൊക്കെ പറയുന്നതാണോന്ന് അറിയില്ല. വാച്ചിൽ നമുക്കൊരു നിയർലി 8 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, 8 കിലോമീറ്റർ 10 കിലോമീറ്റർ എത്രയെങ്കിലും ആവട്ടെ, ആഫ്റ്റർ ഹാർഡ് ക്ലൈംബ് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണുന്നതാണല്ലോ ഒരു ഹോട്ടലിൽ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ട്രക്കിങ്, മൗണ്ടൻ ഹൈക്കിങ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ബാണാസുര ട്രക്കിങ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ടീമിൽ 6 പേരാണ് പങ്കെടുത്തത്. അങ്ങനെ ഞങ്ങൾ ബാണാസുര ട്രക്കിങ് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി നല്ലൊരു വ്യൂ ആയിരുന്നു. സംഭവം കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ കൂടി സംഭവങ്ങൾ അടിപൊളിയില്ല, നല്ല ലാൻഡ്സ്കേപ്പാണ്. മസ്റ്റായിട്ട് വരേണ്ട ഒരു ട്രിപ്പാണ് അല്ലേ അല്ലേ മാളുവാ? ആ, കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും കുഴപ്പമില്ല, അടിപൊളി വ്യൂ ആണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു വ്യൂ ആണ്. ആഫ്റ്റർ അയ്യോ അതല്ല ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ആഫ്റ്റർ എ ഹാർഡ് ക്ലൈംബ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു കോട്ടുണ്ടല്ലോ, അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ, മൗണ്ടൻ ഹൈക്കിങ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ബാണാസുര ട്രക്കിങ്ങിന് വരും. ഓക്കെ.